മറ്റാരുണ്ട് LDF അല്ലാതെ? കാസർഗോഡ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ഷാനവാസ് പാദൂരിനെതിരെ വനിതാ ലീഗ് നേതാവ് വിദ്വേഷ പ്രസംഗം നടത്തിയതായി പരാതി. കപട വിശ്വാസി എന്നർത്ഥം വരുന്ന മുനാഫിക് എന്ന പദം ഉപയോഗിച്ച് വ്യക്തിഹത്യ നടത്തിയെന്നാരോപിച്ച വനിതാ ലീഗ് ജില്ലാ സെക്രട്ടറി ഐഷത്ത് ഫർസാനയ്ക്കെതിരെ LDF തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. മുള്ളേരിയിൽ നടന്ന UDF കുടുംബ സംഗമത്തിനിടെയായിരുന്നു വിവാദമായ പരാമർശം. പ്രിയപ്പെട്ടവരെ, മറ്റൊരു സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, ഷാനവാസ് പാദൂർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ടല്ലോ. രാവിലെ ഒരു കൊടി പിടിച്ച്, ഉച്ചക്ക് മറ്റൊരു കൊടി പിടിച്ച്, വൈകുന്നേരം മറ്റൊരു കൊടി പിടിച്ച് മുനാഫിക്കിന്റെ പണിയെടുത്തുകൊണ്ട് നമ്മളോട് ഒറ്റപ്പെടുത്തുവാൻ വരികയാണെങ്കിൽ നിങ്ങളുടെയും ഞങ്ങളുടെയും മുഖ്യമന്ത്രിയായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ള പിണറായി വിജയൻ എന്ന സഖാവുണ്ടല്ലോ, ആ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ നമുക്കും പറയാനുണ്ട് കടക്കൂപ്പുറത്ത്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, ഇപ്പോ ഷാനവാസ് പാദൂരിനെതിരെ ഒരു പരാമർശമുണ്ടായിരിക്കുന്നു. അതിൽ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിനെ പ്രതിരോധിക്കുന്നതും എങ്ങനെയാണ്? മാധു, കാസർഗോഡ് മണ്ഡലത്തിലെ മുള്ളേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നലെ രാത്രി നടന്ന കുടുംബയോഗത്തിലാണ് ഈ ഷാനവാസ് പാദൂരിനെതിരെ ഈ പരാമർശം വനിതാ ലീഗ് നേതാവായിട്ടുള്ള ഐഷത്ത് ഫർസാനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. കപട വിശ്വാസി എന്ന അർത്ഥം വരുന്ന മുനാഫിക് എന്ന പദമാണ് ഷാനവാസ് പാദൂരിനെതിരെ ഉപയോഗിച്ചത്. അത് വിദ്വേഷ പ്രചാരണമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ LDF തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുള്ളത്. UDF ഇവിടെ മതധ്രുവീകരണത്തിന് ശ്രമം നടത്തുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ബോധപൂർവം ഇത്തരം പദങ്ങൾ ഉപയോഗിച്ചുള്ള വിദ്വേഷ പ്രചാരണം നടത്തുന്നത് എന്നതാണ് LDFന്റെ പരാതിയിൽ പറയുന്നത്. അതിൽ നടപടി വേണം എന്നതാണ് LDF ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇതിൽ ഫർസാനയുമായി നമ്മൾ സംസാരിച്ചിരുന്നു. പരസ്യമായിട്ടുള്ള ഒരു പ്രതികരണത്തിന് തയ്യാറായില്ലെങ്കിൽ പോലും അതായത് കാപട്യം എന്ന് മാത്രമാണ് ഉപയോഗിച്ചത്. അതൊരു മതപരമായി എന്ന നിലയിൽ അത് വ്യാഖ്യാനിക്കപ്പെടുന്നതാണ്. രാവിലെ ഒരു കൊടി പിടിക്കുന്നു, ഉച്ചക്ക് മറ്റൊരു കൊടി പിടിക്കുന്നു, വൈകിട്ട് വേറൊരു കൊടി പിടിച്ചു വരുന്ന ഒരു കാപട്യത്തെ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തത്. അത് മതപരമായിട്ടുള്ളൊരു വിദ്വേഷം എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്നതാണ് എന്നതാണ് UDFും അതോടൊപ്പം തന്നെ ഈ പരാമർശം നടത്തിയിട്ടുള്ള ഐഷത്ത് ഫർസാനയും അതിൽ വിശദീകരിക്കുന്നത്. നേരത്തെ തന്നെ കാസർഗോഡ് മണ്ഡലത്തിൽ ഷാനവാസ് പാദൂരിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്നാലെ ഇത് BJPയെ സഹായിക്കാനാണെന്ന ഡീൽ ആരോപണമൊക്കെ UDF ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. അത്തരം പരാതികൾ വിവരങ്ങൾ നൽകിയത്. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും 3 രാഷ്ട്രീയ പാർട്ടികളുടെ കൊടി പിടിക്കുന്ന മുനാഫിക്കിന്റെ പണിയെടുക്കുന്നയാൾ എന്നാണ് പറഞ്ഞത്. അത് ഹിപ്പോക്രാറ്റ് എന്ന അർത്ഥത്തിലാണോ അതോ കപടവിശ്വാസി എന്ന അർത്ഥത്തിലാണോ എന്നുള്ളത് പറയേണ്ടത് അത് പറഞ്ഞവരും കേട്ടവരും അതിൽ നൊന്തവരും ഒക്കെയാണ്. എന്തായാലും ആ വിവാദം മുന്നോട്ട് പോവുകയാണ്.